ബഹ്റിനിൽ താമസിക്കുന്ന ഒരു കുടുംബം. അതിൽ അമ്മയുടെ വാട്സാപ്പിലേക്ക് മകളുടെ വാട്സാപ്പിൽ നിന്നൊരു മെസ്സേജ് വരികയാണ്. എത്രയും പെട്ടെന്ന് അമ്മയുടെ CPR കാർഡിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ എത്രയും പെട്ടെന്ന് അയക്കുക എന്നായിരുന്നു ആ മെസ്സേജ്. എന്തിനാണ് ഇപ്പോൾ CPR ഡീറ്റെയിൽസ് എന്ന് അമ്മ മകളോട് വാട്സാപ്പിൽ തിരിച്ച് ചോദിച്ചപ്പോൾ, കാര്യമൊക്കെ പിന്നീട് പറയാം, പെട്ടെന്ന് ആവശ്യമുള്ളതാണ്, എത്രയും വേഗം അതിൻ്റെ ഫോട്ടോ അയക്കൂ എന്നായിരുന്നു മകളുടെ മറുപടി. അമ്മ പെട്ടെന്ന് തന്നെ CPRൻ്റെ ഇരുപുറവും ഫോട്ടോ എടുത്ത് മകൾക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാവുകയും ചെയ്തു. നിലവിൽ ബഹ്റിനിൽ നടക്കുന്ന ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് ഹിദ് പോലീസ് സ്റ്റേഷൻ മേധാവി സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണിത്. അതായത് നമുക്ക് വളരെ അടുപ്പമുള്ള നമ്മുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ വാട്സാപ്പ് ഹാക്ക് ചെയ്ത് ഇത്തരത്തിൽ പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വ്യക്തിവിവരങ്ങളോ ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജുകൾ വരുന്നു. അപ്പോൾ അത് കണ്ടപാടെ ടെക്സ്റ്റ് മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യാതിരിക്കുക. തിരിച്ചവരെ വിളിച്ച് ഫോണിലൂടെ ഉറപ്പുവരുത്തിയ ശേഷം, അത് അവർ തന്നെയാണെന്ന് 100% ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അതിനോട് പ്രതികരിക്കുക എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. നിലവിൽ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ബഹ്റിനിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസംബർ 9 തീയതി മുതൽ 13 തീയതി വരെ ബഹ്റൈൻ കോഫി ഫെസ്റ്റിവൽ നടക്കുന്ന കാര്യം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ കോഫി ലവേഴ്സിന് മാത്രമല്ല, ഈ മേഖലയിൽ ബിസിനസ് നടത്തുന്ന ആളുകൾക്കും വളരെ പ്രയോജനപ്രദമാകുന്ന നിരവധി സ്റ്റോളുകളാണ് അവിടെ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ബഹ്റിൻ എക്സിബിഷൻ കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന ഈ കോഫി ഫെസ്റ്റിവലിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റോളിനെ കുറിച്ച് ബഹ്റിൻ വാർത്ത ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള UAE, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സജീവ സാന്നിധ്യമായ പാരമൗണ്ട് ഫുഡ് സർവീസ് എക്യുപ്മെന്റ് സൊല്യൂഷൻസിന്റെ സ്റ്റോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. RK313 എന്നുള്ളതാണ് സ്റ്റോൾ നമ്പർ. ഇത് പറയാൻ കാരണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാധുനികമായ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ കോഫി മേക്കറുകളും ബ്രൂവിംഗ് ഉപകരണങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കും. മുൻപ് സൂചിപ്പിച്ചതുപോലെ ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ പുതുതായൊരു കഫേയൊക്കെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും നല്ല നല്ല സജഷൻസും ഒക്കെ അവിടെ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹ്റിൻ തലസ്ഥാനമായ മനാമയ്ക്ക് ഒരു അന്താരാഷ്ട്ര അംഗീകാരം കൂടി ലഭിച്ചിരിക്കുന്നു. വേൾഡ് ട്രാവൽ അവാർഡാണ് മനാമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 2025 ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് യാത്രാ കേന്ദ്രം എന്നുള്ളൊരു ബഹുമതിയാണിത്. ആഗോള അംഗീകാരത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ബഹ്റിന്റെ ടൂറിസം മേഖലയ്ക്ക് ഇത് കൂടുതൽ കരുത്തേകുമെന്നാണ് ടൂറിസം മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്ന കാര്യം. ഇവിടെ നടത്തിവരുന്ന ആഗോളതലത്തിലുള്ള കൺവെൻഷൻസ്, മീറ്റിംഗുകൾ, ഇവന്റുകൾ, ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനെ ഒരു അവാർഡ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ബഹ്റിനിൽ വെച്ച് നടന്ന വേൾഡ് ട്രാവൽ അവാർഡ്സിലാണ് ഈ ഒരു പുരസ്കാര പ്രഖ്യാപനവും സമ്മാനദാനവും നടന്നത്. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് 2025 ഡിസംബർ 8 തീയതി തിങ്കളാഴ്ച.